സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിലെ പരിശോധന പൂർത്തിയായി. 2016 ജനുവരി 28-നാണ് സിദ്ദിഖ് ഇവിടെ താമസിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ ഇന്ന് സംവിധായകൻ ജോഷി ജോസഫിന്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്തും. ജയസൂര്യക്കെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കാനും തീരുമാനിച്ചു. കേസുകൾ ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, സംഘം മസ്കോട്ട് ഹോട്ടലിലെത്തുന്നു. എത്ര നേരമായിരുന്നു പരിശോധന? എന്തൊക്കെ രേഖകൾ കണ്ടെത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെ ആയിരുന്നു തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അവിടെ പരിശോധന നടത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം നേരം സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമായും ഈ സിദ്ദിഖ് അവിടെ മുറിയെടുത്തിരുന്ന ദിവസം തന്നെ ഈ പരാതിക്കാരിയായ യുവനടി അവിടെ എത്തിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്ററാണ് പ്രധാനമായും പരിശോധിച്ചത്. ഈ രജിസ്റ്ററിൽ പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖ് 2016 ജനുവരി 28-ന് അവിടെ മുറിയെടുത്തിരുന്നതായി കണ്ടെത്തി. 3 ദിവസങ്ങളാണ് സിദ്ദിഖ് മസ്കോട്ട് ഹോട്ടലിൽ താമസിച്ചിരുന്നത്. ഈ ജനുവരി 28-ന് തന്നെയായിരുന്നു നീള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയും നടന്നത്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയ്ക്കായിരുന്നു ഈ യുവനടിയും മാതാപിതാക്കളും ഒപ്പം ഈ പ്രിവ്യൂ ഷോയ്ക്കും എത്തിയത്. അവിടെ വെച്ചാണ് സിദ്ദിഖുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഒരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് താൻ താമസിക്കുന്ന മസ്കോട്ട് ഹോട്ടലിലേക്ക് വരാൻ സിദ്ദിഖ് ആവശ്യപ്പെട്ടുവെന്നാണ് യുവനടി ആരോപിക്കുന്നത്. പോലീസിന് കൊടുത്ത മൊഴിയിലും ഇത് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിലേക്ക് പോയത്. ഈ ഹോട്ടലിൽ പോയപ്പോഴേക്കും അവിടുത്തെ രജിസ്റ്ററിൽ, അതിൽ സന്ദർശക രജിസ്റ്ററിൽ തന്റെ ഈ യുവനടിയുടെ പേരും അതിൽ ഒപ്പും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള വിവരവും ഈ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. ആ രജിസ്റ്ററും പോലീസ് കണ്ടെത്തുകയുണ്ടായിരുന്നു. സിദ്ദിഖ് താമസിച്ചിരുന്നത് ഈ മസ്കോട്ട് ഹോട്ടലിന്റെ 1-ാം നിലയിലെ മുറിയിലായിരുന്നു. ഈ മുറി നമ്പർ ഓർമ്മയില്ലെന്നായിരുന്നു പെൺകുട്ടി പോലീസിന് നൽകിയിരുന്ന മൊഴി. പോലീസ് പക്ഷേ ഈ മുറിയിലടക്കം പരിശോധിച്ചിരുന്നു. 2016-ൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ CCTVയുടെ ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ ഈ മസ്കോട്ട് ഹോട്ടലിലടക്കം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഏതാണ്ട് 2 മാസത്തോളം മാത്രമാണ് CCTV ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതിനുശേഷവും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ വിഷ്വൽസും പരമാവധി 2 വർഷം കഴിഞ്ഞാലും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ചില പ്രത്യേക കേസുകളിലൊക്കെ അങ്ങനെ പോലീസ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ തിരിച്ചെടുക്കുക ഏറെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചത്. ഈ രജിസ്റ്ററിൽ നിന്ന് ഈ പെൺകുട്ടി 28-ാം തീയതി ഹോട്ടലിൽ വന്നതായും സിദ്ദിഖ് താമസിച്ചിരുന്ന മുറിയിലേക്ക് പോയിരുന്നതായും അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. കന്റോൺമെന്റ് AC ശേഖരിച്ചു കൊണ്ടുപോയി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ജയസൂര്യക്കെതിരായ പരാതിയാണ്. ഈ ജയസൂര്യക്കെതിരായ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ്. അത് സെക്രട്ടേറിയറ്റിൽ ഒരു സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ മോശം പ്രവൃത്തി ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് കൊച്ചി സ്വദേശിയായ നടി പരാതി നൽകിയിരിക്കുന്നത്. ഈ 2008-ലാണ് ആ സംഭവം നടക്കുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയ്ക്കിടയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് ചില സിനിമകൾക്ക് വാടകയ്ക്ക് നൽകാറുണ്ടായിരുന്നു. ഈ വാടകയ്ക്ക് നൽകിയതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പൊതുഭരണ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഈ CCTV ദൃശ്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം തിരിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ സിനിമ ഈ പ്രൊഡക്ഷൻ ആളുകൾക്ക് ഇത് വാടകയ്ക്ക് നൽകിയതിന്റെ രേഖകൾ പൊതുഭരണ വകുപ്പിനോട് ചോദിച്ചിരിക്കുന്നത്. ആ രേഖകളും ഉടൻ തന്നെ അന്വേഷണ സംഘം കൈപ്പറ്റും. ഒപ്പം തന്നെ ഈ 2 കേസുകളിലും, അതായത് ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത് ബംഗാളി നടിയായിരുന്നു. ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോൾ മുഖേന അന്വേഷണ സംഘം ആദ്യ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. ഈ കേസിൽ മറ്റൊരു തെളിവുകളുമില്ല. ആകെ തെളിവുകളായിട്ടുള്ളത് സാക്ഷിമൊഴികളാണ്. ഇതിലെ പ്രധാന സാക്ഷി എന്ന് പറയുന്നത് ഡോക്യുമെന്ററി സംവിധായകനായ ജോഷി ജോസഫാണ്. ജോഷി ജോസഫ് ഈ പെൺകുട്ടി ഇങ്ങനെ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളോടും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനായി അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് എറണാകുളത്തെ തമ്മനത്തെ വീട്ടിൽ വെച്ച് ജോഷി ജോസഫിന്റെ സാക്ഷിമൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചടുലമായ നീക്കത്തിലൂടെ അന്വേഷണ സംഘം ഈ അന്വേഷണം വേഗത്തിൽ കൊണ്ടുപോവുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. പ്രതികളായ സിദ്ദിഖ്, അതേപോലെ തന്നെ മുകേഷ്, രഞ്ജിത്ത് അടക്കമുള്ള എല്ലാവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും. ഇതിന് അറസ്റ്റ് ഭയന്ന് പലരും ഇതിനോടകം തന്നെ ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യ ഹർജിയും നൽകിയിട്ടുണ്ട്.
ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകളാണ് അവിടെ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്.